നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർക്കെതിരായ കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക്. ശബരിമലയിലെ യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള കേസുകൾ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ അടയിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ ഗവർണർ കേസും അങ്ങോട്ട് തന്നെ യാത്രയാകുന്നത്. ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിന് ഗവർണർക്കെതിരെ നൽകിയ ആദ്യ ഹർജി പിൻവലിക്കാൻ കേരളം സുപ്രീം കോടതിയുടെ അനുമതി തേടിയതോടുകൂടിയാണ് കേന്ദ്രം പുതിയ തന്ത്രം പയറ്റിയത്. നിലവിൽ ഗവർണറുടെ പരിഗണനയിൽ അനുമതിക്കായി ബില്ലുകൾ ഇല്ലെന്നും അതിനാൽ തങ്ങളുടെ ഹർജി അപ്രസക്തമാകുമെന്നും കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുന്നതിനെ കേന്ദ്രം സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്തു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റിയിരുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ 2 ഹർജികളാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഗവർണർക്കെതിരായ ആദ്യ ഹർജിയാണ് പിൻവലിക്കാൻ അനുമതി തേടിയത്. ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ചോദ്യം ചെയ്തതാണ് രണ്ടാമത്തെ ഹർജി. ഈ ഹർജികൾ നിലനിൽക്കുമെന്നും കേരളം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ ഹർജിയിൽ സുപ്രധാനമായ ചില വിഷയങ്ങളുണ്ടെന്നും അതിനാൽ അതിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹർജി പിൻവലിക്കാനുള്ള അവകാശം ഹർജിക്കാരനുള്ളതെന്ന് കേരളത്തിന്റെ സീനിയർ അഭിഭാഷകൻ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുന്നതിനെതിരെ തുടർന്നും ശക്തമായി തുഷാർ മേത്ത എതിർത്തു. തുഷാർ മേത്ത ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്. ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് റഫർ ചെയ്യിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. തമിഴ്നാട് ഗവർണർ കേസിൽ ലഭിച്ച തിരിച്ചടി മറികടക്കാൻ വിഷയം ഭരണഘടനാ ബെഞ്ചിൽ എത്തിക്കുക എന്നത് കേന്ദ്രത്തിന് നിർണായകമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ആദ്യ ഹർജി പിൻവലിക്കാൻ കേരളം തീരുമാനിച്ചത് എന്നാണ് സൂചന. തമിഴ്നാട് ഗവർണർ കേസിലെ വിധിക്കെതിരെ കേന്ദ്രം വൈകാതെ പുനർപരിശോധന ഹർജി നൽകുമെന്ന് സൂചനയുണ്ട്. കേരളത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കെ വേണുഗോപാൽ, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണൻ കുറുപ്പ്, സ്റ്റാൻഡിംഗ് കൌൺസിൽ CK ശശി, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ V മനു എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. സുപ്രീം കോടതിയിൽ സ്ഥിരം ഭരണഘടനാ ബെഞ്ച് ഉടൻ രൂപീകരിക്കുമെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വിരമിച്ചിട്ടും ബെഞ്ച് മാത്രം നടപ്പായില്ല. ഭരണഘടനാ സംബന്ധമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നതായുമായ കേസുകളാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് എത്തുക. നിലവിൽ കേസുകൾ വരുന്നതിന് അനുസരിച്ച് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ ചേർത്ത്, അതായത് സമയങ്ങളിൽ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാറാണ് പതിവ്. ഇത് ജഡ്ജിമാരുടെ സമയം പാഴാക്കുന്നതിലേക്കും കേസ് കെട്ടിക്കുന്നതിലേക്കും നയിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ വർഷങ്ങളായി ഉയരുന്ന ആവശ്യമാണ് സ്ഥിരം ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നത്. ചന്ദ്രചൂഡിന്റെ പ്രഖ്യാപനം പ്രതീക്ഷയോടുകൂടിയാണ് നിയമവ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർ ഉറ്റുനോക്കിയത്. 5, 7, 9 അംഗ ജഡ്ജിമാരുടെ സ്ഥിരം ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനായിരുന്നു ശ്രമം. അന്തർ സംസ്ഥാന, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭരണഘടനാ സുപ്രീം കോടതി പ്രത്യേക അധികാര പരിധി നൽകിയിട്ടുണ്ട്. ഭരണഘടനയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന ഏതൊരു കേസിലും കുറഞ്ഞത് 5 ജഡ്ജിമാരെങ്കിലും വാദം കേൾക്കുന്നുണ്ട് എന്ന് ആർട്ടിക്കിൾ 145(3) വ്യവസ്ഥ ചെയ്യുന്നു. ആർട്ടിക്കിൾ 142 കക്ഷികൾക്കിടയിൽ സമ്പൂർണ്ണ നീതി നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരവും നൽകുന്നുണ്ട്. സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്തുന്ന വിധിന്യായങ്ങൾ കാലങ്ങളായി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ അവസരങ്ങളിൽ സ്ഥിരം ഭരണഘടനാ ബെഞ്ച് എന്ന ആവശ്യത്തിന് പ്രാധാന്യം ഏറുകയാണ്. സുപ്രീം കോടതിക്ക് വ്യത്യസ്തവും എന്നാൽ തുല്യവുമായ പ്രാധാന്യമുള്ള 2 റോളുകൾ ഭരണഘടന വിഭാവനം ചെയ്യുന്നു. ഒന്ന് ഭരണഘടനാ കോടതിയുടെയും മറ്റൊന്ന് ദേശീയ അപ്പീൽ കോടതിയുടേതും. നിലവിൽ നിയമങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, കുംഭകോണങ്ങൾ തുടങ്ങിയ പൊതുതാൽപര്യ ഹർജികളാണ് 5 ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാറുള്ളത്. 2023 ജൂലൈയിൽ കേന്ദ്ര നിയമ മന്ത്രാലയം പാർലമെന്റിന്റെ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിവിധ ദശാബ്ദങ്ങളിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചുകൾ തീർപ്പാക്കുന്ന കേസുകളുടെ എണ്ണം കുറഞ്ഞുവെന്നാണ് പറഞ്ഞു വരുന്നത്. നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടിരുന്നു. ലോകായുക്ത നിയമ ഭേദഗതിയും സർവകലാശാല ചാൻസലർ ബില്ലും രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി ഒരിക്കലും CPMന്റെ സ്വതന്ത്ര താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ല. തങ്ങളുടെ ഭീഷണി കണ്ട് ഗവർണർ വഴങ്ങുമെന്നായിരുന്നു CPMന്റെ പ്രതീക്ഷ. 3 വർഷമായി ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്ന തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി നിശിതമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേരള ഗവർണർ ചില ബില്ലുകൾ ഒപ്പിട്ടത്. ഭരണഘടനയുടെ അനുച്ഛേദം 167 പ്രകാരം കേരള ഗവർണർ കാണിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന കേരളത്തിന്റെ വാദം നിലനിൽക്കുമെന്ന ഗവർണർക്ക് ഉപദേശം കിട്ടിയതോടുകൂടിയായിരുന്നു ഇത്. സുപ്രീം കോടതിയിൽ നിന്നും തട്ട് കിട്ടുന്നതിന് മുമ്പ് ദോഷമില്ലാത്ത ഫയലുകൾ ഒപ്പിട്ടു. മുഖ്യമന്ത്രി നേരിട്ടെത്തിയാൽ മാത്രം ബില്ല് ഒപ്പിടുമെന്ന മുൻ ഗവർണർ വാദത്തെയാണ് കേരള കോടതിയുടെ ചോദ്യം ചെയ്തത്. എന്നാൽ ഇത്തരമൊരു വാദം ഗവർണർ രേഖാമൂലം എഴുതി നൽകിയിട്ടില്ല. 15 തവണ ബില്ലുകളെക്കുറിച്ച് സർക്കാർ ഗവർണർക്ക് മുന്നിൽ വിശദീകരണം നൽകിയെന്നാണ് സർക്കാരിന്റെ വാദം. 8 ബില്ലുകളിൽ തീരുമാനം എടുക്കണമെന്ന വാദത്തിൽ ഗവർണറുടെ
ഗവൺമെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്രത്തിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സർക്കാരും ഗവർണറും ഈ സമവായത്തോടുകൂടി നീങ്ങണമെന്ന് സുപ്രീം കോടതിയുടെ നിലപാടുണ്ട്. നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് താനെന്നും കാര്യം ഗവർണർ മറക്കുന്നു എന്നാണ് കേരളത്തിന്റെ പ്രധാന വാദം. 3 ഓർഡിനൻസുകളിൽ ഒപ്പിട്ടെങ്കിലും ബില്ല് അയക്കുമ്പോൾ ഒപ്പിടുന്നില്ല എന്ന് സർക്കാർ വാദിക്കുന്നു. 3 ബില്ലുകൾ 2 വർഷത്തിലായി ഗവർണറുടെ കയ്യിലായിരുന്നു സർക്കാർ പറയുകയും ചെയ്യുകയാണ്. മാത്രമല്ല സുപ്രീം കോടതിക്ക് ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഗവർണറുടെ വിശ്വാസം. എന്നാൽ അതിലിപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. സുപ്രീം കോടതിക്കുള്ള അധികാരം പോലെ തന്നെയാണ് ഗവർണറുടെ അധികാരവും. രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. രണ്ടിന്റെയും അധികാരം ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ ഭരണഘടനയ്ക്ക് പുറത്ത് കയറി തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. രാജ്യത്തിന് വേണ്ടി രാഷ്ട്രപതി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നത് ഗവർണർമാർ തന്നെയാണ്. ഒരേ സമയം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ സംസ്ഥാനങ്ങളുടെ തലവനായും പ്രവർത്തിക്കുന്നതിലൂടെ 2 പദവികൾ വഹിക്കുന്നവരായി ഗവർണർമാരെ വിശേഷിപ്പിക്കാം. ഭരണപരമായ നിയമനിർമ്മാണപരമായും നിരവധി അധികാരങ്ങൾ ഗവർണർക്കുണ്ട്. കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ പദവി ഗവർണർക്ക് അവകാശപ്പെട്ടതാണ്. യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട നിയമനവും പ്രവർത്തനങ്ങളുമെല്ലാം ഗവർണറുടെ അധികാരത്തിൽ പെടുന്നവ തന്നെയാണ്. ഇതിനു പുറമെ മറ്റ് ചില ഭരണപരമായ അധികാരങ്ങളും ഗവർണർക്കുണ്ട്. ഒരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയെയും നിയമിക്കുന്നത് ഗവർണറാണ്. മറ്റ് ചില ഭരണനിർവഹണ ഉദ്യോഗസ്ഥരായ സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാനത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നതും ഗവർണർ തന്നെ. നിയമസഭ തെരഞ്ഞെടുക്കുന്നതിന് ശേഷമുള്ള ആദ്യ സെക്ഷൻസ് അഭിസംബോധന ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഗവർണറിന് തന്നെയാണ്. ഗവർണറുടെ അധികാരം സംബന്ധിച്ച് തർക്കം ഭരണഘടനാ ബെഞ്ചിലെത്തിയാൽ ഇടതുമുന്നണി കേരളത്തിൽ ഇല്ലാതെയായാലും തീരുമാനമാകില്ല എന്നാണ് വിമർശകർ പറയുന്നത്.